സ്വർണ മോളെ, എന്താ അമ്മ, എന്തേലും ആവശ്യമുണ്ടോ? ശിവ വരുന്നുണ്ടെന്നേ. അപ്പോ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. നീയും പാറും കൂടി ഒന്ന് പോയി വാങ്ങോ. ഏട്ടൻ ഇത്തവണ വരുന്നുണ്ടോ? ആ, അവനുണ്ട്. അരുൺ നിങ്ങളെ കൊണ്ടാക്കും കടയിലേക്ക്. അവൻ കൂടെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ തന്നെ ബസ്സിന് പോവണ്ടല്ലോ. അവൻ എന്തിനാ വരുന്നേ? ഞങ്ങള് ബസ്സിന് പൊക്കോളാം. അരുൺ ആരടി നിന്റെ ചേട്ടനല്ലേ? അവനെ ചേട്ടാന്നേ വിളിക്കാൻ പാടും, അല്ലാണ്ട് അവനൊന്നും വിളിച്ചേക്കരുത്. ഇനി അവൻ നിങ്ങളുടെ കൂടെ വരും, ഒന്നും പറയണ്ട. അല്ലെങ്കിൽ അമ്മയ്ക്ക് അവനോട് സ്നേഹം കൂടുതലാ. അസൂയക്ക് മരുന്നില്ല. നീ പോയി റെഡി ആവ്. അതെ, ഇങ്ങനെ നിന്നാ മതിയോ? നമുക്ക് പോവണ്ടേ? അതിന് താൻ വണ്ടി എടുക്കണ്ട ആദ്യം. തമ്പുരാട്ടി കേറിയാലേക്ക് വണ്ടി എടുക്കാൻ പറ്റുമോ? അതെ, രണ്ടും മഴക്കിടാണ്ടൊന്ന് അകത്തോട്ട് കേറോ, നമുക്ക് പോവാം. എന്നാ പോവാം. ശിവ വിളിച്ചിരുന്നോ? ആ, അവൻ വിളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു വൈകുന്നേരം ആവുമ്പേക്കും അവൻ എത്തുന്നു. നല്ല കാര്യം. ഞാൻ എന്നാ പോവട്ടെ. അക്കൂട്ട മോനെ, നീ എവിടെ? അച്ഛ പറഞ്ഞു അച്ഛയോട് മോൻ മിണ്ടുന്നില്ലാന്ന്. അച്ഛ വേറെ വാങ്ങിത്തരുന്നു പറഞ്ഞില്ലേ കണ്ണാ? പിന്നെ എന്തിനാ നീ മിണ്ടാത്തെ? അയ്യോ അക്കൂട്ട, ഞാൻ സത്യം കിട്ടും നിന്റെ സൈഡാ. എന്നോട് പണങ്ങല്ലേ. അച്ഛക്ക് നമുക്ക് നല്ല പണി കൊടുക്കാം. വാ മോൻ വന്നേ. അക്കു മോനോട് ഇപ്പൊ സംസാരിച്ച ചെലപ്പോ അവനലിയും. ചെന്ന് മിണ്ടിക്കോ. ഞാൻ ചെന്നൊന്ന് മിണ്ടാൻ നോക്കട്ടെ. എന്താടാ ആരു, നിനക്ക് പറ്റിയേ? സങ്കടത്തിലാണല്ലോ. അതങ്ങളെ അച്ഛ വിളിച്ചിരുന്നു. പുതിയൊരു കല്യാണാലോചനയായിട്ട് വീണ്ടും വന്നു. വേറെ ഏതെങ്കിലും കുട്ടിയെ ഇഷ്ടമാണെങ്കിൽ പറയാനും പറഞ്ഞു. ഞാൻ എന്താ ചെയ്യാ? എനിക്കും ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം നിനക്ക് സ്വർണ്ണേനെ ഇഷ്ടമാണെന്ന്. പക്ഷെ നീ എന്താ അവളോട് പറയാത്തേന്നാ ഞാൻ ചോദിക്കുന്നേ. അവളുടെ അച്ഛനായ ഞാൻ വരെ പറഞ്ഞു നിന്നോട് പറഞ്ഞോളെ, എന്നിട്ട് നീ പറയാത്തത് എന്തെന്നാ എന്റെ സംശയം. ചെറുപ്പത്തിൽ അവൾ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ അവളെ ഞാൻ വേദനിപ്പിച്ചു വിട്ടതാ. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത് അവൾ പഠിക്കുന്ന കുട്ടിയായത് കാരണം. പക്ഷെ ഇപ്പോൾ അവൾക്ക് എന്നോടുള്ള പെരുമാറ്റങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതൊക്കെ ശരി തന്നെ. പക്ഷെ എൻ്റെ മോളെ എനിക്കറിയാവുന്നിടത്തോളം ആർക്കും അറിയില്ല അവൾക്ക് നിന്നെ അത്ര ഇഷ്ടമാണ്. അങ്കിൾക്ക് അവളെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് സത്യ. പക്ഷെ അവളിപ്പോൾ പഴയ കുഞ്ഞിയല്ല. എനിക്ക് നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ഭാവിയിൽ നീ അവളോട് ഇത് പറഞ്ഞില്ല എന്നുള്ള ഓർത്ത് നീ ഖേദിക്കരുത്. അല്ല അളിയ, അളിയന് സുഖം തന്നെയല്ലേ? വന്നപ്പോഴേക്കും നീ എന്നെ കുത്താൻ തുടങ്ങിയില്ലടാ തിണ്ടി. എടാ, എന്തായാലും നീ എന്റെ പെങ്ങളെ കിട്ടും. പിന്നെ ഞാൻ നിന്നെ അളിയാന്നല്ലേ വിളിക്കുക. അതിന് ഞാൻ മാത്രം വിചാരിച്ചാ പോരല്ലോ, നിന്റെ പെങ്ങളും കൂടി സമ്മതിക്കണ്ടേ? അന്ന് എന്റെ പെങ്ങൾ ഇഷ്ടാന്ന് പറഞ്ഞപ്പോ നീ തന്നെയല്ലടാ ഇഷ്ടമല്ലാന്ന് പറഞ്ഞേ. അന്ന് വല്ലതും അവൾ അക്ഷരം മാറി പറഞ്ഞിരുന്നോ? അത് അവൾ ഇംഗ്ലീഷിലാണോ ചോദ്യം ചോദിച്ചേ? എടാ ശിവ, നീ എന്നോട് ചൂടാവേണ്ട, അകത്തോട്ട് കയറിച്ചില്ലേ? അമ്മ വീട്ടിങ്ങാ. ആ ഓടുന്ന കുട്ടി പാറുമല്ലേ? പാറു, ചേട്ടൻ അവിടെ നിൽക്കുമായിരുന്നു. ആര് പറഞ്ഞു വന്നിട്ടുണ്ടെന്ന്?
ഞാൻ അകത്തോട്ട് കയറാൻ നിൽക്കുമ്പോഴാ അങ്ങോട്ട് പാറു ഓടുന്നത് കണ്ടേ. അവളാകെ വലിയ കുട്ടിയായല്ലോ, നല്ല നീളവും വെച്ചു. ചേട്ടൻ പഠിക്കാൻ പോകുമ്പോ അവള് +2-ലായിരുന്നില്ലേ, ഇപ്പോൾ ടീച്ചറാ. കൊള്ളാലോ, ഞാൻ പോയപ്പോഴേക്കും എന്തോരം മാറ്റങ്ങളോ ഇവിടെ. പക്ഷെ എനിക്ക് മാത്രം മാറ്റില്ല ഏട്ടാ. ഏട്ടന്റെ കുട്ടിക്ക് ഇപ്പോഴും ആരുവിന് ഇഷ്ടാണോ? എത്ര ശ്രമിച്ചാലും അവനെ വേണ്ടെന്ന് വെക്കാൻ എന്റെ മനസ്സിന് പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടാ. അവനൊന്നെ ഇഷ്ടാന്ന് പറഞ്ഞ അപ്പ എസ് പറയാൻ ഞാൻ തയ്യാറാ. പക്ഷെ അവന്റെ വിചാരം എനിക്ക് അവനോട് ദേഷ്യാന്നാ. ഒന്നും വന്ന് പറഞ്ഞുവിടവന്. സമയാവുമ്പോ എല്ലാം ശരിയാവൂടി. അതെ, അകത്തോട്ട് വരാൻ അങ്കിള് പറഞ്ഞു. സ്വർണ, എന്നാ നമുക്ക് അകത്തോട്ട് ചെല്ലാം, ഇവിടെ നിക്കണ്ട ഇനി. ശരി ഏട്ടാ. ശിവേട്ടൻ എല്ലാം മറന്നു. കുട്ടി കരയണ്ട കേട്ടോ. ഞാൻ പഠിച്ചു വരുമ്പോ നിന്നെ എന്തായാലും ഞാൻ കല്യാണം കഴിക്കും. അത് ഞാൻ തരുന്ന ഉറപ്പാ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ. ഉറപ്പാണല്ലോ എന്നെ ശിവേട്ടൻ കല്യാണം കഴിക്കുന്നു? ഉറപ്പായിട്ടും ഈ ശിവയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രം പാറൂട്ടി. ശിവേട്ടൻ ഹാപ്പി ആയിട്ടിരിക്കണേ. ഞാൻ എപ്പോഴും വെയിറ്റ് ചെയ്യും. ശിവയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് പാറു മാത്രമായിരിക്കും. അത് ശിവയുടെ ഉറപ്പാ. സ്വരനെ ഒരു ഹെൽപ്പ് ചെയ്യോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഗ്ലാസ് ചായ ഇട്ടുകൊണ്ട് വരുമോ? അതിനെന്താ, ഞാൻ ചായ ഇട്ടിട്ട് വരാലോ. രണ്ടുപേരും വെയിറ്റ് ചെയ്യേ. എന്തായിരുന്നു അവന്റെ കൊഞ്ചല്? അവൻ ഞാൻ ചായയിൽ ഉപ്പിട്ട് കൊടുക്കും. പിന്നെ അതിഥി ദേവോ ഭവാന്നാണല്ലോ, അതുകൊണ്ട് അതിഥിക്ക് ഉപ്പിടണ്ട ചായയില്. ഞാൻ ഇന്നൊരു കലക്ക് കലക്കും. ഇതാ പറഞ്ഞ ചായ, രണ്ടുപേരും കുടിച്ചോളൂ. ചായ അങ്ങേര് കുടിച്ച് തീർത്താ? കണ്ടില്ലേ, ആ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഇല്ല. ഡി, നീ എന്റെ ചായയിൽ ഉപ്പിടൂലേ? നിനക്ക് ഞാൻ കാണിച്ചു തരാം. ടൈം അങ്ങനെ എന്റെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോയിരിക്കാണല്ലോ. ഇവൾ ഒരിക്കലും നന്നാവില്ല.